ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സദ്യ തിരുവനന്തപുരത്തേതാണെന്ന് ആർക്കും തർക്കമില്ല. എന്നാൽ തിരുവനന്തപുരത്തെ ഏറ്റവും പീസ്ഫുൾ ആയ ബ്യൂട്ടിഫുൾ റെസിഡൻഷ്യൽ ഏരിയ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിന് കാരണവും ഈ സ്ഥലവും എവിടെയാണെന്ന് പറഞ്ഞുതരാം. അതിനോടൊപ്പം 2600 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു ഹോം തിയേറ്ററും 4 ബെഡ്റൂംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഒരു തകർപ്പൻ 4 BHK വീട് കൂടെ കാണിച്ചു തരാം. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിനായി വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ റെസിഡൻഷ്യൽ ഏരിയസിൽ ഒന്നിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ പ്രൊജക്ട് ഇപ്പോൾ കറന്റ് വർക്കിംഗ് സ്റ്റേജിലാണ്. പകുതിയോളം വീടുകളുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. മുഴുവൻ വർക്കും പൂർത്തിയാകുമ്പോഴേക്കും ഒരു ലക്ഷറി VIP റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഓൾറെഡി ഇവിടുത്തെ 2-3 വീടുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാൻ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കിഴക്ക് ദർശനം കൊടുത്തുകൊണ്ട് 5,400 സെന്റ് സ്ഥലത്തിൽ ചുടുകല്ലിൽ 2600 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു ഹോം തിയേറ്ററും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ ഒരു തകർപ്പൻ 4 BHK വീടാണ് കാണിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം സിറ്റി ബോർഡറായ കുണ്ടമൻ ഭാഗം എന്ന സ്ഥലത്താണ്. അതുപോലെ ട്രിവാൻഡ്രം സെന്ററിൽ നിന്നും എപ്പോഴും ഫ്രീക്വന്റ് ബസ് റൂട്ട്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ആദ്യമേ കാണിച്ചതുപോലെ വീട് വരെയും ടാർ റോഡ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റോഡ് വീതിയിലുള്ള 2 വരി റബ്ബറൈസ്ഡ് ടാർ റോഡാണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയി ഓരോ ഡീറ്റെയിൽസും ഫോക്കസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്രോജക്റ്റ് ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻട്രൻസിൽ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി ക്യാബിൻ വരുന്നുണ്ട്. അതുപോലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം 24/7 സെക്യൂരിറ്റിയും ഉണ്ടാവും. ഇവിടെ തന്നെ ഓൾമോസ്റ്റ് വീടുകളൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വീട് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ മുഴുവനായും ചുടുകല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ പൂർണ്ണമായും വാസ്തുപരമായി കിഴക്ക് ദർശനം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5,400 സെന്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുവാണെങ്കിൽ നല്ലൊരു തലയെടുപ്പുള്ള ക്ലാസ് ലുക്കിലാണ് ഫസാഡ് മുഴുവനായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ തികച്ചും പ്രീമിയം ക്വാളിറ്റി ലക്ഷറി ഫീൽ തരുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആകെ മൊത്തം 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു ഹോം തിയേറ്ററുമാണ് നമുക്ക് ഈ വീടിനുള്ളിൽ വരുന്നത്. ആദ്യമേ തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഴുവനായും ഇന്റർലോക്കിംഗ് ചെയ്തൊരു മുറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാർ പോർച്ചിൽ ഉൾപ്പെടെ 2 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് ചെയ്യുന്ന ഒരു സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ മുറ്റത്ത് പല സ്ഥലങ്ങളിലായി ഗാർഡനിങ് പ്ലാന്റേഷൻ പ്രൊസസ് ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് എക്സ്റ്റീരിയറിൽ നല്ലൊരു ലക്ഷറി പ്രീമിയം ലുക്ക് തന്നെ ലഭിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സിറ്റിംഗ് ഏരിയ ലഭിക്കുന്ന ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെ 4 സീറ്റ് ഡിസൈൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ പില്ലറും സൈഡ് വോൾസും ഒക്കെ തന്നെ മുഴുവനായും തേക്ക് കൊണ്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പറയട്ടെ, വീടിനുള്ള എല്ലാത്തരം വുഡ് വർക്ക്സും തേക്ക് തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും എത്ര ലക്ഷൂറിയസ് ആയിട്ട് പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയിലുമാണ് വീട് നിർമ്മിച്ചിട്ടുള്ളതെന്ന്. അതുകൂടാതെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണറാണ് കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ കണക്ഷൻ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ വർക്ക്സിനാക്കി വീഗാർഡിന്റെ മെറ്റീരിയൽസും പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്സേഴ്സിനും ഒക്കെ ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗിലായി കജാരിയുടെ വിട്രിഫൈഡ് ടൈൽസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ചെറിയൊരു ഫോയർ ഏരിയ എന്ന് പറയാൻ കഴിയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് വിശാലമായ ഒരു ലിവിംഗ് സ്പേസും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുള്ള ഡബിൾ ഹൈറ്റ് ഏരിയയിൽ വരുന്ന ഒരു ഡൈനിങ് സ്പേസുമാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ടെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ ഒരു ലക്ഷറി ഡിസൈനിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഓപ്പൺ കിച്ചണും അവൈലബിൾ ആണ്. കാണുന്നത് പോലെ ഗ്രൗണ്ട് ഫ്ലോർ ഹോൾ ഒരു ഓപ്പൺ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. സ്വന്തം ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരസ്പരം മിംഗിൾ ചെയ്ത് നല്ല സ്നേഹത്തോടെ ജീവിക്കാനൊക്കെ ഈ വീട് നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക് ബോൺ ആയിരിക്കും. ഈ ഒരു ഓപ്പൺ ലിവിംഗ് സ്പേസ് മാത്രം ഏകദേശം 27x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലേക്ക് കാണുന്നത് പോലെ തീർത്തും അട്രാക്റ്റീവായ ഒരു TV യൂണിറ്റ് കൂടെ അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ട കാര്യം, TV യൂണിറ്റ് ഉൾപ്പെടെ വീടിനുള്ള എല്ലാത്തരം ഇന്റീരിയർ വർക്ക്സും പരസ്പരം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നല്ല പ്രീമിയം ലക്ഷറി ലുക്ക് തന്നെ ലഭിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയ 4 സീലിംഗ് വർക്ക്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വന്നാൽ വളരെ ഈസി ആയ ഒരു 10 സീറ്റ് ഡൈനിങ് ടേബിൾ ഒക്കെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെയാണ് വാഷിംഗ് ഏരിയ വരുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ഇന്റീരിയർ വർക്ക്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ ചെയ്തു വെച്ചിട്ടുള്ളതും കാണാൻ കഴിയും. ഡബിൾ ഹൈറ്റ് ഏരിയയും 4 സീലിംഗ് വർക്ക്സും വോൾസിലായി കൊടുത്തിരിക്കുന്ന പ്രീമിയം ആർട്ടിസ്റ്റിക് വർക്ക്സും ഒക്കെ തന്നെ ഈ ഒരു പ്ലേസിനെ തികച്ചും ലക്ഷൂറിയസ് ആക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് വീടിന്റെ കിച്ചൺ വരുന്നത്. അതിന് മുന്നേ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ഒന്ന് കാണിച്ചു തരാം. കാണുന്നത് പോലെ വീടിനുള്ള എല്ലാ ബെഡ്റൂംസും തികച്ചും എസ്തെറ്റിക് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഏകദേശം 12x12 ഫീറ്റ് ഡയമെൻഷൻ കിട്ടുന്നുണ്ട്. വീടിനുള്ള എല്ലാ ബെഡ്റൂംസിലും 4 സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂംസ് ആയാലും തികച്ചും സ്പേഷ്യസ് ആയി എല്ലാത്തരം മോഡേൺ ഫിക്സേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യമേ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നാൽ മനസ്സിലാവും വീടിനുള്ള എല്ലാ ബെഡ്റൂംസും സിമിലർ സൈസസിലും സിമിലർ സ്പെസിഫിക്കേഷൻസിലും തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആകെ മൊത്തം 4 ബെഡ്റൂംസും ഒരു ഹോം തിയേറ്ററും വരുന്ന ഈ ഒരു വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസുമാണ് കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. ഇനി നമുക്ക് കിച്ചണിലേക്ക് വന്നാൽ തികച്ചും പ്രീമിയം
ലുക്കിൽ തന്നെയാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസിനായി ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ താഴെയും മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തവയാണ്. കാണുന്നത് പോലെ ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും ഒരു ടോൾ യൂണിറ്റും മൾട്ടിപർപ്പസ് വാഷ് ബേസിനും അത്യാവശ്യം സ്പേഷ്യസ് ആയി കൊടുത്തിട്ടുള്ള ഈ ഒരു കിച്ചണിൽ 4 സീലിംഗ് വർക്ക്സും അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് യാർഡിലായി നനകല്ലും വാഷിംഗ് ഏരിയസും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയുടെ ഡിസൈനിങ്ങിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. കാണുന്നത് പോലെ സൈഡ് വാൾസിലും സീലിംഗിലും അട്രാക്റ്റീവായ ഇന്റീരിയർ ഡിസൈൻസ് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നാൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു വളരെ വിശാലമായ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട സിമിലർ 4 സീലിംഗ് ഡിസൈൻസ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത്. ഫാമിലിക്കൊക്കെ പേഴ്സണൽ ടൈം സ്പെൻഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്പേസ് തന്നെയായിരിക്കും ഇത്. കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്, 2 അറ്റാച്ച്ഡ് ബാത്റൂംസ്, ഒരു ഹോം തിയേറ്ററും ഒരു ബാൽക്കണി സ്പേസും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂംസ് രണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂംസിന്റെ അതേ ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ സൈസസിലും അതേ സ്പെസിഫിക്കേഷൻസിലും തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഹോം തിയേറ്ററിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ ഒരു ഹോം തിയേറ്റർ. നമുക്ക് ഇവിടെ ഫുൾ അക്കോസ്റ്റിക്സും പ്രൊജക്ടറും സ്ക്രീനും സൗണ്ട് സിസ്റ്റംസും ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒബ്വിയസ്ലി റിസീവറും ഉണ്ട്. സീറ്റിംഗ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോയാൽ കാണുന്നത് പോലെ ഈ ഒരു ഏരിയയുടെ മുഴുവൻ വ്യൂവും ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. തീർത്തും ബ്യൂട്ടിഫുൾ ആയ നാച്ചുറൽ ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആണെന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ചുടുകല്ലിൽ കിഴക്ക് ദർശനം കൊടുത്തുകൊണ്ട് 5,400 സെന്റ് സ്ഥലത്തിൽ 2,600 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസ്, 4 അറ്റാച്ച്ഡ് ബാത്റൂംസും, ഒരു ഹോം തിയേറ്റർ ഉൾപ്പെടെ പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ലക്ഷറിയസ് ഡിസൈനിൽ നിർമ്മിച്ച ഈ ഒരു വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1,35,00,000 രൂപ മാത്രമാണ്. ഈ ഒരു പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസിനും വീഡിയോ വിസിറ്റ് ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ നിങ്ങളുടെ വീടുകളോ പ്രോപ്പർട്ടീസോ ആർക്കിടെക്ചർ ഫേംസോ ഒക്കെ ഞങ്ങളുടെ പരസ്യം ചെയ്യാനായി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്